ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നാട്ടിൽ വന്നിട്ട് നമ്മുടെ ആദ്യത്തെ ലോങ് ട്രിപ്പ് എന്ന് പറയുന്നത് മേട്ടുപ്പാളയത്തേക്കായിരുന്നു. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 9:10 ട്രെയിൻ പുറപ്പെടുന്നത്. നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം കോയമ്പത്തൂർ ജംഗ്ഷനിലാണ്. എറണാകുളം സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യാനോ ഒന്നിനും നിന്നില്ല. ജനറൽ കമ്പാർട്ട്മെൻറ്റ് തന്നെയാണ് നമ്മൾ കയറിയത്. വെളുപ്പിന് തന്നെ എഴുന്നേറ്റുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാനൊന്നും ഞങ്ങൾക്ക് ഒരു മൂഡുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 9 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അങ്ങനെ ട്രെയിനിലെ ഫുഡ് ഞാനത് റെക്കമെൻഡ് ചെയ്യാറില്ല. എന്നാലും ഞാൻ പറയുന്നത് ഇത് ഇഡലിയും സാമ്പാറും ചട്നിയൊക്കെ ഉള്ള ഒരു പാക്ക് നല്ലതായിരുന്നു. അപ്പോൾ അത് വാങ്ങി ഞങ്ങൾ കഴിച്ചു. നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. ഭയങ്കരമായിട്ട് മഴയില്ല, എന്നാൽ ചൂടുമില്ല. നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്ലൈമറ്റായിരുന്നു. ഉച്ച ആയപ്പോഴത്തേക്കും നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷനിലെത്തി. ഇനി ഇവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് എത്തണം. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുറേ വണ്ടിക്കാരോട് ഫ്രണ്ടിൽ തന്നെ കാണാം. അപ്പോൾ അവരോട് സംസാരിച്ച് വെക്കണം എത്ര കാശാണെന്നുള്ളത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇറങ്ങാൻ നേരത്തെ പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ സംസാരിക്കുക. അറിയാവുന്നവർ കൂടെ ഉണ്ടെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി. ഇനി നമുക്ക് മേട്ടുപ്പാളയം ബസ്സിൽ കയറണം. പിള്ളേരൊക്കെ നല്ല രീതിക്ക് ടയേർഡായിരുന്നു. കാരണം അവർ രാവിലെ എഴുന്നേറ്റതിൻ്റെ ക്ഷീണവും അവർ ട്രെയിനിലൊന്നും ഉറങ്ങാനേ നിന്നില്ല. ഫുള്ള് കളിയായിരുന്നു. ബസ്സിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ധാരാളം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. മലകളും പിന്നെ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന കോട, അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ 1 മണിക്കൂർ ബസ് യാത്രയ്ക്ക് ശേഷം ഒരു ഓട്ടോയിൽ കയറി. ഇനി ഈ ഓട്ടോയിലാണ് ഞങ്ങൾ കസിൻ്റെ വീട്ടിലെത്തുന്നത്. ഞങ്ങളുടെ തൊട്ട് പുറകിൽ തന്നെ ഞങ്ങളുടെ അനിയനും ജോയിൻ ചെയ്തു. ഇവൻ എവിടെ നിന്നാണ് പഠിക്കുന്നത്. ആ പുറകിലിരിക്കുന്നവനാണ് എൻ്റെ അനിയൻ സുറൂർ. അവൻ്റെ കൂട്ടുകാരൻ്റെ നൈമൻ്റെ കൂടെയാണ് അവൻ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 3:30 നമ്മൾ ഇവരുടെ വീട്ടിലെത്തി. ടെറസിന് മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ചുറ്റിനും മലകളാണ്. അത് നോക്ക്, കോട ഇറങ്ങി വരുന്നതൊക്കെ ശരിക്കും കാണാം.
ഡിന്നർ കഴിഞ്ഞപ്പോൾ കസിൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കൊരു നൈറ്റ് ഡ്രൈവിന് പോയാലോ എന്ന്. അങ്ങനെ നമ്മൾ മല കയറാൻ വേണ്ടി പോവുകയാണ്. 2 വീലറിനാണ് പോകുന്നത്. ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നും പറയുന്നുണ്ട്. എന്തായാലും ഒന്ന് പോയി നോക്കാം. നമ്മളൊരു വ്യൂ പോയിന്റിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ചെന്നപ്പോഴാണ് കാണാനും മാത്രം ഉണ്ടെന്നുള്ളത് മനസ്സിലായത്. അടിപൊളി വ്യൂ ആയിരുന്നു. മേട്ടുപ്പാളയത്തോടെ ബാക്കിയുള്ള വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.